നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ലിപ്സ്റ്റിക് ലവേഴ്സിന് ഇഷ്ടമാവുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ ഇതൊട്ടും പ്ലാൻഡ് അല്ല കേട്ടോ ഈ ഒരു വീഡിയോ. ഞാൻ തീരെയും പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടില്ല. ഒരുപാട് ലിപ്സ്റ്റിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു വൺ ബ്രാൻഡ് ലിപ്സ്റ്റിക് ഹോളെന്നോ അങ്ങനെ എന്തെങ്കിലും വേണേൽ പറയാം കേട്ടോ. കാരണം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളതെല്ലാം ഒരു ബ്രാൻഡിൻ്റെ തന്നെ പല റേഞ്ചിൽ വരുന്ന അവരുടെ ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ വളരെ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ കൂടെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലേ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ റേഞ്ചിൽ നിന്നുള്ള ലിപ്സ്റ്റിക്സും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടാ എന്ന് തോന്നി. അപ്പോൾ നമ്മളെപ്പോഴും കാണിക്കുന്നത് പല ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കും, അല്ലെങ്കിൽ പല പല ബ്രാൻഡ്സിൻ്റെ ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇത് ഒരേ ബ്രാൻഡിൽ നിന്ന് തന്നെയുള്ള പല റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്, അങ്ങനെ ഒരു 5 ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുകയായിരിക്കും ഞാൻ ഏത് ബ്രാൻഡിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന്. വേറൊന്നുമല്ല, മമാഅർത്ത്. മമാഅർത്തിൻ്റെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 1-2 വർഷത്തോളം റെഗുലറായിട്ട് അവരുടെ പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെയാണ്. സ്കിൻ കെയർ നിന്നാണ് തുടങ്ങിയത്. സ്കിൻ കെയർ, ഹെയർ കെയർ എന്ന് തുടങ്ങി പിന്നീടാണ് അവർ മേക്കപ്പ് ലോഞ്ച് ചെയ്തത്. പക്ഷേ മേക്കപ്പ് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തപ്പോഴും അവർ നിരാശപ്പെടുത്തിയില്ല. അങ്ങനെ വന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ പ്ലം അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ്സ്. എന്താ പറയുക, സ്കിൻ കെയറിൽ നിന്ന് വന്നതാണെങ്കിലും അവർ മേക്കപ്പ് ലോഞ്ച് ചെയ്തപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് അവർ കീപ്പ് ചെയ്തു കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ എനിക്കങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് അവർ ക്ലെയിം ചെയ്യുന്ന പോലെ ഉള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കൊരു നെഗറ്റീവ് പറയാനായിട്ടും വേണ്ടി അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പ്രത്യേകിച്ച് ഒരുപാട് നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇവരുടെ കൺസീലർ, ഫൗണ്ടേഷൻ, മാമാഅർത്തിൻ്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. കൺസീലർ, ഫൗണ്ടേഷൻ, പിന്നെ അവരുടെ കാജൽ, മസ്കാര ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രോഡക്ട്സ് ആണ്. ലിപ്സ്റ്റിക്സ് അത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. ലിപ്സ്റ്റിക്സ് അതിലെ എല്ലാ റേഞ്ചും, അത് മാത്രമല്ല എന്നെപ്പോലെ ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നല്ല ഷെയ്ഡ്സ് എല്ലാ റേഞ്ചിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടണ്ട, സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കാണിക്കാനുള്ളത് മമാഅർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. കുറേ പേര് പർച്ചേസ് ചെയ്തു, എന്നിട്ട് അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് 09 എക്സ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു മോവി ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു മോവ് ഷെയ്ഡിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടോണിനും, ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും ചേരും. ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് ന്യൂഡ് ഷെയ്ഡ്സ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. എപ്പോഴും ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ താഴെ വരുന്നൊരു കംപ്ലയിൻറ്റ്, കമൻസിൽ നോക്കിയാൽ വരുന്നൊരു കംപ്ലയിൻറ്റ് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് ചേരുന്നില്ല, വാഷ് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. പലപ്പോഴും ഒരു ഡാർക്ക് ലിപ്പ് ലൈനർ അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് ഈ ഒരു സ്കിൻ ടോണിലുള്ളവർ. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ന്യൂഡ് ഷെയ്ഡ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഷെയ്ഡ്സ്, ഓക്കെ, ഇത് മാത്രമല്ല ഒരു മോവി, ഒരു പിങ്ക് ന്യൂഡ്, പിങ്ക് അല്ല കേട്ടോ, ഒരു മോവി ന്യൂഡ് ഷെയ്ഡ്, അതൊക്കെ എല്ലാ സ്കിൻ ടോണിനും ചേരും. അപ്പോൾ ഇതങ്ങനെ ഒരു ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. സ്റ്റെയിൻ പവർ ഒന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഇതുപോലുള്ള ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഒരു പരിധി വരെയൊക്കെ മാത്രമേ സ്റ്റെയിൻ പവർ ഉണ്ടാവാറുള്ളൂ. ഒരു ലോങ് വെയർ ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ എടുക്കുക. എന്താ റീഅപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ നോക്കുക കേട്ടോ.
പക്ഷെ എപ്പോഴും ലിപ്സിന് സേഫ് ആയിട്ടുള്ളത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. സ്ഥിരമായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. നെക്സ്റ്റ് മമ്മാർത്തിന്റെ തന്നെ നാച്ചുറലി മാറ്റ് ലിപ് സീറം. ഇത് ഇവര് തുടക്ക സമയത്ത് ലോഞ്ച് ചെയ്ത ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ റീപർച്ചേസ് ആണ് കേട്ടോ. ലിപ്സ്റ്റിക്സ് നമ്മൾ സെയിം ഷെയ്ഡ് തന്നെ വീണ്ടും വാങ്ങുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. എല്ലാവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതുപോലുള്ള നല്ല ഷെയ്ഡ്സ് ഒക്കെ വാങ്ങാണ്ടിരിക്കാൻ പറ്റാറില്ല. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇനി അടുത്തത് ഒരു മിനി ലിപ്സ്റ്റിക് ആണ്. മമ്മാർത്തിൻ്റെ ഈ ഒരു ഫെദർ ലൈറ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ഡീപ്പർ സ്കിൻ ടോണിന് വാഷ് ഔട്ട് ചെയ്യും. നിങ്ങളൊരു ന്യൂഡ് ഡാർക്ക് ലിപ്സ്റ്റിക്കോ ലിപ് ലൈനറോ യൂസ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നല്ല സ്മോക്കി ഐസിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ അടിപൊളി ടെക്സ്ചറാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഇനി കാണിക്കാനുള്ള 2 ലിപ്സ്റ്റിക്സ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഫസ്റ്റ് വൺ മമാർത്തിൻ്റെ ഈ ഒരു സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ഹണി ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ കുറച്ചൊരു ബ്രൗൺ ഫാമിലിയിൽ വരുന്ന, ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ഫാമിലിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബ്രൗൺ ന്യൂഡ്സ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ ടെറക്കോട്ട ഷെയ്ഡ്സ്. പക്ഷെ ഒരു ഡെയിലി വെയർ ആയിട്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ബ്രൗൺ ന്യൂഡ്സ് ആണ്. പിങ്ക് ന്യൂഡ്സ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ബ്രൗൺ ന്യൂഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് നോക്കാം. ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് മമ്മാർത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്. ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. 06 ആപ്രിക്കോട്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. എഗെയിൻ നല്ല ഒരു ബ്രൗൺ ന്യൂഡ്, ഓറഞ്ചിഷ് ബ്രൗൺ ന്യൂഡ് ഫാമിലിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് രണ്ടും കുറച്ച് സിമിലർ ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഒരു ലൈറ്റ് ഷെയ്ഡാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ, ഞാനിത് കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്, നമ്മൾ കയ്യിൽ സ്വാച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ലിപ്സിലിടുമ്പോൾ. പാക്കേജിങ് ഒക്കെ നല്ല രസമുണ്ടല്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. നമ്മളങ്ങനെ ലിപ്സ്റ്റിക്സ് നോക്കിയാൽ ഈ ഒരു ഷേപ്പിൽ അങ്ങനെ കാണാറില്ല ബുള്ളറ്റ്. അപ്പോൾ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്. ഓക്കെ, എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഈ പ്രോഡക്ട്സ് ഏതെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അവരുടെ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സോ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്കിൻ കെയർ ഞാൻ ചോദിക്കുന്നില്ല, കാരണം മമ്മാർത്തിൻ്റെ ഒക്കെ സ്കിൻ കെയർ ട്രൈ ചെയ്യാത്ത മലയാളികൾ ഉണ്ടാവുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.